മലയാളികളുടെ എക്കാലത്തെ പ്രിയ നായികമാരാണ് മഞ്ജു വാര്യർ, മീര ജാസ്മിൻ, ഭാവന എന്നിവർ. മലയാളത്തിലെ ഈ മൂന്ന് നായികമാർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന 3 സിനിമകൾ ഒരേ സമയം റിലീസിനെത്തിയിരിക്കുകയാണ്. മാത്രമല്ല തീർത്തും വ്യത്യസ്തമായ 3 തരത്തിലുള്ള സിനിമകൾ. മഞ്ജു വാര്യരുടെ ഫൂട്ടേജ്, ഭാവനയുടെ ഹണ്ട്, മീര ജാസ്മിന്റെ പാലും പഴവും എന്നീ സിനിമകളാണ് റിലീസിനെത്തിയത്. എ സർട്ടിഫിക്കറ്റ് ചിത്രമായ ഫൂട്ടേജ് ഒരു പരീക്ഷണ ചിത്രമാണ്. എന്നാൽ മീര ജാസ്മിന്റെ പാലും പഴവും ഒരു കോമഡി ഫൺ സിനിമയാണ്. അതേസമയം മിസ്റ്ററി ത്രില്ലറുമായാണ് ഭാവന എത്തിയിരിക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വ്യാപകമായി ചർച്ച ചെയ്യുന്ന ഈ സമയത്ത് മലയാളത്തിലെ 3 നായികമാരുടെ ചിത്രം ഒരേ സമയം തിയേറ്ററിൽ എത്തുക എന്നത് തീർച്ചയായും ഏറെ ശ്രദ്ധേയമായ ഒരു കാര്യം തന്നെയാണ്. ഒരു കാലത്ത് മലയാളത്തിലെ നായികമാരുടെ ശരാശരി പ്രായം 20-നും താഴെയായിരുന്നു. 30 എത്തും മുൻപേ വിവാഹിതരായി കുടുംബിനികളായി അഭിനയത്തോട് വിട പറയുന്നവരായിരുന്നു അവരിൽ ഭൂരിപക്ഷവും. നായകന്റെ പ്രായം എത്ര തന്നെയാണെങ്കിലും നായികയുടെ പ്രായം തീരെ കുറവായിരുന്നു മലയാള സിനിമയിലെ ആ ഒരു കാലഘട്ടത്തിൽ. ആ ഒരു കാലഘട്ടത്തിന് ഇപ്പോൾ മാറ്റം സംഭവിച്ചിരിക്കുകയാണ്. വിവാഹിതയായാലോ ഒരു കുഞ്ഞിന്റെ അമ്മയായാലോ സിനിമകളിൽ അമ്മ വേഷങ്ങളിലേക്ക് കാസ്റ്റ് ചെയ്യപ്പെട്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. നായികാ വേഷങ്ങൾ അവർക്ക് അപ്രാപ്യമാകും, അല്ലെങ്കിൽ ക്യാരക്ടർ വേഷങ്ങളിലേക്ക് ഒതുക്കപ്പെടും. അതൊരു സമ്പ്രദായം പോലെയായി തീർന്നിരുന്നു മലയാള സിനിമയിൽ. ആ അലിഖിത നിയമത്തിന്റെ ചുവടുപറ്റി എത്രയോ നായികമാർ സിനിമയുടെ വെള്ളി വെളിച്ചത്തിൽ നിന്നും സ്വയം മാറി നിന്നു. വിവാഹശേഷം അഭിനയിക്കുമോ എന്നത് ഇന്ന് ക്ലീഷേ ചോദ്യമാണെങ്കിലും ഒരു കാലത്ത് നായകന്മാർക്ക് മുൻപിലെ വലിയൊരു ചോദ്യമായിരുന്നു അത്. കരിയറും സിനിമാ ജീവിതവും ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയില്ല എന്നൊരു മുൻവിധിയായിരുന്നു അക്കാലത്തെ നയിച്ചിരുന്നതും. കേരളത്തിന്റെ സാമൂഹിക സാംസ്കാരിക രംഗത്തെ മാറ്റങ്ങൾ സിനിമയിലും പ്രതിഫലിച്ചതിന്റെ ഭാഗമായി പുതിയ കാല സിനിമകൾ സംഭവിക്കാൻ തുടങ്ങി. സ്ത്രീ കേന്ദ്രീകൃത സിനിമകളിൽ മാത്രമല്ലാതെ ശക്തരായ സ്ത്രീ കഥാപാത്രങ്ങൾ മലയാള സിനിമയിൽ തിരിച്ചെത്താൻ തുടങ്ങി. പാട്ടും ഡാൻസും കരച്ചിലും മാത്രമല്ലാതെ അഭിനയ പ്രാധാന്യമുള്ള വേഷങ്ങൾ സംഭവിച്ചപ്പോൾ അതൊരു ട്രെൻഡായി. ഈ ട്രെൻഡിന് ഊർജം പകർന്നത് മലയാളികളുടെ പ്രിയ നായികയായ മഞ്ജു വാര്യരുടെ തിരിച്ചുവരവായിരുന്നു. കാണികളുടെ ഇഷ്ടം കൊണ്ടുകൂടിയാണ് മഞ്ജു വാര്യർ എന്ന അഭിനേത്രി സിനിമയിലേക്ക് തിരിച്ചെത്തിയപ്പോൾ അതുവരെ മലയാള സിനിമ കണ്ടിട്ടില്ലാത്ത സ്വീകാര്യതയും ജനപ്രീതിയും നേടിയത്. കൂടുതൽ സ്ത്രീ കേന്ദ്രീകൃത സിനിമകൾ സംഭവിക്കാൻ തീർച്ചയായും ആ തിരിച്ചുവരവ് വലിയൊരു കാരണമായി എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. തിരിച്ചുവരവിൽ മഞ്ജു വാര്യർ പുലർത്തിയ നയമായിരുന്നില്ല മറ്റു നായികമാരുടേത്. അതുകൊണ്ട് തന്നെ ഇടവേളയ്ക്ക് ശേഷം മലയാളത്തിൽ സജീവമായ നായികമാരിൽ മഞ്ജു വാര്യർ വ്യത്യസ്തത പുലർത്തി. ഏകദേശം 1.5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഒരു മഞ്ജു വാര്യർ ചിത്രം റിലീസിനെത്തുന്നത്. ഏറെ പ്രത്യേകതകൾ നിറഞ്ഞതാണ് ഈ ഒരു ചിത്രം. ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ മുതൽ ചർച്ചയായിരുന്നു. മഞ്ജു വാര്യർ നായികയായി എത്തുന്ന ഫൂട്ടേജ് എന്ന ഈ ചിത്രം ഒരു പരീക്ഷണ ചിത്രമാണ്. ഒരു പരീക്ഷണ ചിത്രത്തെ നയിക്കുക എന്ന വലിയ ഉത്തരവാദിത്വത്തിന് കരുത്താകുന്നത് മഞ്ജു വാര്യർ എന്ന താരത്തിന്റെ ജനകീയതയും മാർക്കറ്റ് വാല്യൂവുമാണ്. അത് മഞ്ജു വാര്യർ എന്ന താരം ജാഗ്രതയോടെ പടുത്തുയർത്തിയതാണ്. കുമ്പളങ്ങി നൈറ്റ്സ്, അഞ്ചാം പാതിര, മഹേഷിന്റെ പ്രതികാരം എന്നിങ്ങനെ വ്യത്യസ്തമായ ചിത്രങ്ങളുടെ എഡിറ്ററായ സൈജു ശ്രീധരന്റെ ആദ്യ സംവിധാന സംരംഭമാണ് ഫൂട്ടേജ് എന്ന ചിത്രം. ഇതിൽ മഞ്ജുവിനൊപ്പം വിശാഖ് നായർ, ഗായത്രി അശോക് എന്നിവരും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട്. മുഖ്യധാര മലയാള സിനിമയിൽ ഇത്തരമൊരു പരീക്ഷണം ഇത് ആദ്യമായാണ് സംഭവിക്കുന്നത്. ക്രിസ്റ്റഫർ ലാൻഡർ സംവിധാനം ചെയ്ത ഏറെ പ്രശസ്തമായ പാരാനോർമൽ ആക്ടിവിറ്റി തുടങ്ങി ധാരാളം ഹോളിവുഡ് സിനിമകൾ ഈ ജോണറിൽ പുറത്തിറങ്ങിയിട്ടുണ്ട്. യാഥാർത്ഥ്യമെന്ന് തോന്നിപ്പിക്കുന്ന മേക്കിങ്ങും കഥപറച്ചിലുമാണ് ഇത്തരം സിനിമകളുടെ പ്രത്യേകത. ഈ പട്ടികയിലേക്ക് മലയാളത്തിന് അഭിമാനത്തോടെ ചേർത്ത് വെക്കാവുന്ന സിനിമയാകും ഫൂട്ടേജ് എന്നാണ് പ്രതീക്ഷിക്കുന്നത്. മിസ്റ്ററി ത്രില്ലറുമായാണ് ഭാവന എത്തുന്നത്. ഷാജി കൈലാസിന്റെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന ഹണ്ടാണ് അത്. ഈ വർഷം ഭാവനയുടേതായി പുറത്തിറങ്ങുന്ന 2ാമത്തെ ചിത്രമാണിത്. ടൊവിനോ തോമസിനെ നായകനാക്കി ലാൽ ജൂനിയർ സംവിധാനം ചെയ്ത നടികർ എന്ന ചിത്രമാണ് ഇതിനു മുൻപ് റിലീസ് ചെയ്ത ഭാവനയുടെ ചിത്രം. തിരിച്ചുവരവിൽ വമ്പൻ ഹിറ്റുകളൊന്നും സ്വന്തം പേരിൽ എഴുതി ചേർത്തിട്ടില്ല ഭാവന. സെലക്റ്റീവ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് സിനിമകളിൽ ഭാവന പ്രത്യക്ഷപ്പെടുന്നുമില്ല. ഇതിനു മുൻപ് ഷാജി കൈലാസിന്റെ ചിന്താമണി കൊലക്കേസ് എന്ന സിനിമയിലാണ് ഭാവന ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുള്ളത്. ആ ചിത്രം വലിയ വിജയമായിരുന്നു. ആക്ഷൻ ത്രില്ലർ ഒരുക്കുന്നതിൽ മാസ്റ്റർ ക്രാഫ്റ്റ്സ്മാനായ ഷാജി കൈലാസ് ഒരുക്കുന്ന മിസ്റ്ററി ത്രില്ലർ എന്നതാണ് പ്രേക്ഷകരെ ഈ സിനിമയിലേക്ക് ആകർഷിക്കുന്ന പ്രധാന ഘടകം. അതിനൊപ്പം ഭാവനയുടെ ഒരു മുഴുനീളം കഥാപാത്രവും സിനിമയുടെ ആകർഷണങ്ങളിൽ ഒന്നാണ്. ഇനി മീര ജാസ്മിനിലേക്ക് വരുമ്പോൾ, വിവാഹത്തിന് ശേഷം സിനിമയിൽ നിന്ന് ഇടവേളയെടുത്ത് മാറി നിന്ന താരമാണ് മീര ജാസ്മിൻ. അഭിനയത്തിന്റെ ആദ്യ ഇന്നിംഗ്സിൽ മികച്ച നടിക്കുള്ള ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ നേടിയ താരം സത്യൻ അന്തിക്കാട് സംവിധാനം ചെയ്ത മകൾ എന്ന ചിത്രത്തിലൂടെയാണ് വീണ്ടും മലയാളത്തിൽ സജീവമായത്. കഴിഞ്ഞ വർഷം എം പത്മകുമാർ സംവിധാനം ചെയ്ത ക്വീൻ എലിസബത്ത് എന്ന ചിത്രത്തിലും മീര ജാസ്മിൻ പ്രത്യക്ഷപ്പെട്ടിരുന്നു. പക്ഷേ കാര്യമായ വാണിജ്യ വിജയം നേടാൻ ആ ചിത്രത്തിന് കഴിഞ്ഞില്ല. വി.കെ. പ്രകാശ് സംവിധാനം ചെയ്യുന്ന പാലും പഴവും എന്ന സിനിമയാണ് മീര ജാസ്മിന്റേതായി ഇപ്പോൾ റിലീസിനെത്തിയിരിക്കുന്നത്.
പ്രായത്തിൽ താഴെയുള്ള യുവാവിനെ പ്രണയിക്കുന്ന യുവതിയുടെ കഥയാണ് ചിത്രം പറയുന്നത്. ഈ പ്രമേയത്തെ നർമ്മത്തിന്റെ പശ്ചാത്തലത്തിലാണ് VKP അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. സിനിമയിലെ VKP ബ്രാൻഡിനൊപ്പം മീര ജാസ്മിന്റെ കരിസ്മയും ചേരുമ്പോൾ രസകരമായ ഒരു കോംബോ പ്രതീക്ഷിക്കാമെന്നാണ് കാണികളുടെ കണക്കുകൂട്ടൽ. ക്വീൻ ആൻഡ് ഇന്റർനാഷണൽ ലോക്കൽ സ്റ്റോറി, കുംബാരീസ്, അനുരാഗം തുടങ്ങിയ ചിത്രങ്ങളിലൂടെ പ്രേക്ഷക ശ്രദ്ധ നേടിയ അശ്വിൻ ജോസ് ആണ് മീര ജാസ്മിന്റെ നായകൻ. സിനിമയിൽ 33-കാരിയായ സുമി എന്ന കഥാപാത്രത്തെയാണ് മീര അവതരിപ്പിക്കുന്നത്. ആ കഥാപാത്രത്തിന്റെ 23 വയസ്സിലെ രൂപം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടെയാണ് സിനിമയിൽ സൃഷ്ടിച്ചിരിക്കുന്നത്. മീര ജാസ്മിന്റെ 23 വയസ്സുള്ള ഫോട്ടോകളും വീഡിയോകളും ശേഖരിച്ച് അതിൽ റീക്രിയേഷൻ നടത്തിയാണ് AI കഥാപാത്രത്തെ ഒരുക്കിയിരിക്കുന്നത്. 3 മിനിറ്റിലേറെ ദൈർഘ്യമുള്ള ഈ രംഗം തീർച്ചയായും പ്രേക്ഷകർക്ക് പുതിയ അനുഭവമാകും. എന്തായാലും പ്രമേയത്തിലും അവതരണത്തിലും പുതിയ കൊടുമുടികൾ താണ്ടുന്ന മലയാള സിനിമയ്ക്ക് പുതിയ മാനങ്ങൾ നൽകുകയാണ് മലയാളികളുടെ സ്വന്തം നായകന്മാർ. ഒരു സിനിമയെ വിജയത്തിലെത്തിക്കാൻ കെൽപ്പുള്ള നായകന്മാരുടെ എണ്ണം കൂടുന്നത് തീർച്ചയായും സിനിമയുടെ ഉള്ളടക്കത്തിലും മേക്കിങ്ങിലും വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നതാണ്. പലപ്പോഴും പ്രായത്തിൽ കവിഞ്ഞ കഥാപാത്രങ്ങളെ അതിഗംഭീരമായി അവതരിപ്പിച്ചാണ് മലയാളത്തിന്റെ പ്രിയ നായകന്മാർ അംഗീകാരങ്ങൾ സ്വന്തമാക്കിയിട്ടുള്ളത്.